നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ US മാർക്കറ്റ് S&P 500 ഡോ വീണ്ടും ഫർദറായിട്ട് ഫോൾ ചെയ്തു. 500 പോയിന്റിൻ്റെ അടുത്താണ് ഇന്നലെ ഡോ ഫോൾ രേഖപ്പെടുത്തിയത്. നാസ്ഡാക്ക്, അതായത് ടെക്നോളജി ഇൻഡെക്സിൽ ഇടിവ് അത്ര ശക്തമായിരുന്നെങ്കിൽ കൂടിയും S&Pയിലും ഡോയിലും വലിയ തോതിൽ ഇടിവ് ഇന്നലെയും ഉണ്ടായി. US വിക്സ് ഇപ്പോൾ നിൽക്കുന്നത് 23 എന്ന റേഞ്ചിലാണ്. ഇന്ത്യ വിക്സ് ആവട്ടെ 14 നിൽക്കുന്ന ഇന്ത്യ വിക്സിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇത്ര വോളറ്റിലാണെങ്കിൽ US മാർക്കറ്റിൽ US വിക്സ് നിൽക്കുന്നത് 23 ആണ്. അപ്പോൾ എത്രമാത്രം വോളറ്റിലിറ്റി ഉണ്ട് US മാർക്കറ്റിൽ എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ US മാർക്കറ്റുകളെല്ലാം തന്നെ നെഗറ്റീവിലാണ് ട്രേഡ് അവസാനിപ്പിച്ചത്. ഇപ്പോൾ US മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ, US ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു റിക്കവറി മോഡിലാണ് US ഫ്യൂച്ചർ. കാരണം ഓൾമോസ്റ്റ് ഒരു 10% മുകളിൽ ഡോയെല്ലാം തന്നെ ഫോള് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇന്ന് പ്രധാനമായിട്ടും US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ്, വിപ്രോ പോലെയുള്ള ടെക്നോളജി സ്റ്റോക്കുകൾ റെഡിൽ തന്നെയാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. എന്നാൽ HDFC ICICI ബാങ്കും ഗ്രീനിൽ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നലെ ബാങ്ക് നിഫ്റ്റി -300 പോയിന്റിന് മുകളിലാണ് ക്ലോസ് നടത്തിയത്. നിഫ്റ്റിയും ഫിൻനിഫ്റ്റിയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇൻഡസ്ഇൻഡ് ബാങ്ക് ഒരു സിംഗിൾ ഡേ കൊണ്ട് 27% ഒരു കറക്ഷൻ നമ്മൾ ഇന്നലെ കണ്ടു. അതായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് ആ ഒരു ഫോളിന് റീസൺ എന്നുള്ളത് ഇന്നലെ നമ്മൾ മാർക്കറ്റ് ന്യൂസിൽ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു മിക്സഡ് ഫോമിലാണ് ട്രേഡ് ചെയ്യുന്നത്. നോക്കാം, ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് 32 പോയിൻ്റ്, അഥവാ ഒരു നെഗറ്റീവ് ഫ്ലാറ്റ് ആണെന്ന് പറയാം. വലിയ ഫോൾ ആയിട്ടില്ല. എന്നാൽ ഡോയിലേക്ക് നോക്കുകയാണെങ്കിൽ 1% ഡോ ഫോളായി. FTSE UK മാർക്കറ്റ് 1.1% ഫോളായി. CAC 40 ഫ്രാൻസ് മാർക്കറ്റ് 1% മുകളിൽ ഫോളായി. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് ഓൾമോസ്റ്റ് 1.5% അടുത്ത് ഫോളായി. കൂടാതെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളൊക്കെയാണ് കാണുന്നത്. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിനെല്ലാം തന്നെ 80,000 മറികടന്ന് $3,800 ബിറ്റ്കോയിനൊരു റാലി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ബിറ്റ്കോയിനും അതീവ വോളറ്റൈലായിട്ടാണ് ട്രേഡിങ് തുടരുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ആദ്യം TCS, ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള IT കമ്പനിയായിട്ടുള്ള TCS ആണ്. സ്റ്റോക്കുകളുടെ വാർത്തകൾ മാത്രമാണ്, ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. TCSനെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ് ഉള്ളത്, ഇവർ ഡർഷിത്ത സദേൺ ഇന്ത്യ ഹാപ്പി ഹോംസിൽ പൂർണ്ണമായിട്ടും അക്യൂർ ചെയ്തു. 2250 കോടി രൂപയ്ക്ക് ഈ ഒരു കമ്പനീനെ TCS അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഇന്ത്യയിലെ ലീഡിംഗ് ടെലകോം ജെയിൻറ്റ് കമ്പനിയായിട്ടുള്ള എയർടെൽ എലൻ മസ്കിനെ സ്റ്റാർലിങ്ക് ആയിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്തിട്ട് ഇൻ്റർനെറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ ബിസിനസ് ആരംഭിക്കുന്നു എന്നുള്ള ന്യൂസുകളൊക്കെ ഉണ്ട്. കീനസ് ടെക്നോളജി കമ്പനി, ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവരുടെ MDക്കെതിരെ സെബി ഒരു ഷോക്കേഴ്സ് നോട്ടീസ് ഇഷ്യൂ ചെയ്തു എന്നുള്ള ന്യൂസാണുള്ളത്, ശ്രദ്ധിക്കുക. അദാനി ഗ്രീനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവർക്ക് 250 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള ഒരു പുതിയ പ്രൊജക്റ്റ് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ലഭിച്ചു. RVNL കമ്പനീനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് 554 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. സ്വിഗ്ഗി സുലഭ് ഇൻ്റർനാഷണലായിട്ടൊരു പുതിയ പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. റിലയൻസായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉള്ളത്, റിലയൻസിൻ്റെ ജിയോ 39 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ ഡിസംബറിൽ ആഡ് ചെയ്തു. കൂടാതെ തന്നെ നവംബറിൽ 12 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ ആഡ് ചെയ്തു എന്നുള്ളത് ട്രായുടെ പുതിയ റിപ്പോർട്ട് പ്രകാരമുണ്ട്. എയർടെൽ ആവട്ടെ ഡിസംബറിൽ 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ ആഡ് ചെയ്തു. എന്നാൽ നവംബറിൽ 11 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. BSNLിലേക്കൊക്കെ കനത്ത വലിയ തോതിൽ ആളുകൾ കടന്നു വരുന്നുണ്ട്. ഐഡിയനെ സംബന്ധിച്ച് ഡിസംബറിൽ 17 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ലോസായി. നവംബറിൽ 15 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ലോസായിരുന്നു. അദാനി എൻ്റർപ്രൈസസിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, മുംബൈയിൽ അവർ മോത്തിലാൽ നഗറിൻ്റെ റീഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് അദാനി എൻ്റർപ്രൈസസിനാണ് കിട്ടിയിരിക്കുന്നത്. 36,000 കോടി രൂപയുടെ ഹ്യൂജ് പ്രൊജക്റ്റാണുള്ളത്. ഇന്ന് വളരെ ക്രൂഷ്യലായിട്ടുള്ള മാർക്കറ്റാണ് ഇന്നുള്ളത്. ഇന്ന് മാർക്കറ്റ് ഡേ അല്ലെങ്കിൽ കൂടിയും മാർക്കറ്റ് ഡേയിൽ കഴിഞ്ഞതിന് ശേഷം ക്രൂഷ്യലായിരിക്കും. കാരണം ഇന്ത്യൻ സമയം 4 മണിക്കാണ് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നത്. US ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നത് ഇന്ത്യൻ സമയം 6 മണിക്കാണ്. അപ്പോൾ 6 മണിക്കും 4 മണിക്കും ഒരു സിംഗിൾ ഡേ
ലോകത്തിലെ ഏറ്റവും വലിയ 2 രാജ്യങ്ങൾ, ഒന്ന് മദർ മാർക്കറ്റിൻ്റെയും ഒന്ന് നമ്മളുടെ രാജ്യത്തിൻ്റെയും പണപ്പെരുപ്പ നിരക്ക് വരുന്ന ഡേറ്റ ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഓവർനൈറ്റ് പൊസിഷൻ വളരെയധികം ക്രൂഷ്യലായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തൽ നടത്തി. ബൈ. താങ്ക് യു.